11 വർഷങ്ങൾക്ക് ശേഷം റോമൻ റെയിൻസ് വീണ്ടും റോയൽ റംബിൾ വിജയിച്ചിരിക്കുന്നു. 2015 റോയൽ റംബിൾ വിജയിക്കുമ്പോൾ ഫാൻസ് മുഴുവൻ റോമൻ റെയിൻസിനെ കളിയാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ 2026 റോമൻ റെയിൻസിന്റെ വിജയം ഫാൻസ് മുഴുവൻ ആർമാദ തുടുപ്പിലായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഫാൻസ് എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു വിജയം തന്നെയായിരുന്നു റോമൻ റെയിൻസിന്റേത്. തന്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് റോമൻ റെയിൻസ് വിജയിച്ചിട്ടുണ്ടായിരുന്ന ഒരു റോയൽ റംബിൾ തന്നെയായിരുന്നു 2026 റോയൽ റംബിൾ. അപ്പോൾ ഈ ഒരു റോയൽ റംബിൾ മാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓബാഫെമി ആയിരുന്നു. അതായത് ഓബാഫെമി ആയിരുന്നു ഒന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതോ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ ഇത്തവണത്തെ റോയൽ റംബിൾ വിജയിക്കുമെന്നുള്ള ഒരുപാട് റൂമറുകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എൻട്രി ആയിരുന്നു നമ്മൾ കണ്ടത്. എൻട്രൻസ് റാമ്പിലൂടെ നടന്ന് റിംഗ് സൈഡിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ ബ്രോൺ ബ്രേക്കറെ മാസ്കഡ് മാൻ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. സർവൈവർ സീരീസിൽ വന്നിട്ടുണ്ടായിരുന്ന മാസ്കഡ് മാൻ നമ്മുടെ ഓസ്റ്റിൻ തിയറി ആണ് എന്നുള്ളത് WWE-യിൽ ഇവർ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഈ വന്നിട്ടുണ്ടായിരുന്ന മാസ്കഡ് മാൻ ആരാണ് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. ഒരു സൂപ്പർ കിക്ക് കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കേർബ് സ്റ്റോം കൂടി കൊടുത്തിട്ടായിരുന്നു ഈ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ബാക്ക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പേ ബ്രോൺ ബ്രേക്കറിനെ എടുത്തുകൊണ്ട് റിംഗിലേക്ക് ഇട്ടുകൊടുക്കുകയും ഓബാഫെമി ബ്രോൺ ബ്രേക്കറിനെ അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോൾ ഹെയ്മാനും അന്താളിപ്പിൽ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോളോ സിക്കോ ആയിരുന്നു. സോളോ വന്നുകൊണ്ട് ഓബാഫെമിയുമായിട്ട് ചെറിയൊരു ബ്രോൾ അവിടെ നടക്കുകയുണ്ടായി. നാലാമതായിട്ട് റൈ മിസ്റ്റീരിയോ വന്നു. അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയുണ്ടായി. അഞ്ചാമതായിട്ട് റൂസേവ് വരികയുണ്ടായി. റൈ മിസ്റ്റീരിയോ ഒരു 619 കൊടുത്തു. ഓബാഫെമി റൂസേവിനെ എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം ഓബാഫെമി സോളോയെ എലിമിനേറ്റ് ചെയ്തു. റൈ മിസ്റ്റീരിയോ ഓബാഫെമിയുടെ വയറിനും തലക്കിട്ടും 2 619 കൊടുത്തെങ്കിലും ഏറ്റവും അവസാനം ഓബയുടെ കയ്യിൽ നിന്നും എലിമിനേറ്റ് ആകാനായിരുന്നു റൈ മിസ്റ്റീരിയോയുടെ അന്ത്യമുണ്ടായിരുന്നത്. പിന്നീട് റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മാറ്റ് കാർഡോണയായിരുന്നു. പക്ഷേ ഓബ മാറ്റ് കാർഡോണയെ ഒരു പവർ ബോംബ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഡാമിയൻ പ്രീസ്റ്റ് വന്നു. ഡാമിയൻ പ്രീസ്റ്റ് വന്നപ്പോഴേക്കും ഓബയ്ക്ക് പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഓബ നന്നായിട്ട് തന്നെ ഡാമിയൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് ഒരു പരിവമാക്കുകയുണ്ടായി. പിന്നീട് ജീവോൺ എവാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു NXT-യിലെ താരം വരികയുണ്ടായി. അദ്ദേഹത്തിന് നല്ല കിഡിലൻ ഹൈ ഫ്ലൈയിങ് മൂവുകളായിരുന്നു ചെയ്തത്. ഓബാഫെമിയെയും കറക്കി ഓടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൂവുകളിലൂടെ. പിന്നീട് ആദ്യത്തെ സർപ്രൈസ് വരികയുണ്ടായി. മിസ്റ്റർ ഇഗ്വാന ഫ്രം TNA. അദ്ദേഹം ശരിക്കും ഒരു കോമഡി ക്യാരക്ടർ ആയിരുന്നു. നമ്മുടെ പഴയ ഹറിക്കാൻ എല്ലാം തന്നെ WWE-യുടെ റോയൽ റംബിളിലേക്ക് വരുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു ഇഗ്വാന ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓബാഫെമി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തെല്ലാം തന്നെ ഇഗ്വാന പേടിക്കുന്ന രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഡാമിയൻ പ്രീസ്റ്റ് ഇഗ്വാനയെ ഒരു ചോക്ക് സ്ലാം ചെയ്യുകയുണ്ടായി. അടുത്തതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ട്രിക് വില്യംസ് ആയിരുന്നു. ഇതുവരെ വന്ന എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്രിക് വില്യംസിന് തന്നെയായിരുന്നു. ട്രിക് വില്യംസ് വന്നുകൊണ്ട് ഇഗ്വാനയെ എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ റിംഗിൽ നിന്നിട്ടുണ്ടായിരുന്നത് ട്രിക് വില്യംസ്, ഓബാഫെമി, ജീവോൺ എവാൻസ് എന്നിവർ 3 പേരുമായിരുന്നു. അവിടെ മുഴുവൻ NXT ചാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത് അടുത്ത വ്യക്തി വരികയുണ്ടായി. സ്റ്റാർ പവർ കോഡി റോഡ്സ് അവിടേക്ക് എത്തി. എല്ലാവരുമായിട്ടും കോഡി ഫൈറ്റ് ചെയ്യുകയുണ്ടായി. കോഡിയും ഓബാഫെമിയും കൂടി ഒരു ഫേസ് ഓഫ് അവിടെ നടക്കുകയുണ്ടായി. അപ്പോഴായിരുന്നു എൽ ഗ്രാൻഡെ അമേരിക്കാനോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മെറ്റൽ പ്ലേറ്റ് തന്റെ മാസ്കിനകത്തേക്ക് എൽ ഗ്രാൻഡെ തള്ളി കയറ്റുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. അദ്ദേഹം അവിടെ നിന്നും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ അവിടേക്ക് വരികയുണ്ടായി. അത് ശരിക്കും നമ്മുടെ ചാറ്റ് ഗേബിൾ ആയിരുന്നു. പക്ഷെ അത് അവിടെ കാണിക്കുന്നില്ല. അദ്ദേഹം വന്നുകൊണ്ട് ഫേക്ക് എൽ ഗ്രാൻഡെ അമേരിക്കാനോയെ ഒരു ജർമ്മൻ സൂപ്ലക്സ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തു. അപ്പോഴേക്കും ട്രിക് വില്യംസ് ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോയെയും കൂടി എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കോഡി റോഡ്സ് ട്രിക് വില്യംസിനെയും പുറത്താക്കി. അപ്പോഴായിരുന്നു റോയ്സ് കീസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല എന്ന് തോന്നുന്നു. പവർ ഹൗസ് ഹോബ്സ്. ഇതും കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഫ്രീ ഏജന്റ് ആണ് പവർ ഹൗസ് ഹോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി. അത് നമ്മുടെ ഓബാഫെമിയെ പോലെ തന്നെ ഒരു മോൺസ്റ്റർ റെസ്ലറാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഹെൻറിയെ പോലെയുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. WWE-യിൽ ഇദ്ദേഹത്തിന്റെ പേര് റോയ്സ് കീസ് ആണ് എന്നുള്ളത് അവിടെ പറയുകയുണ്ടായി. റോയ്സ് വന്നുകൊണ്ട് ആദ്യം തന്നെ ഡാമിയൻ പ്രീസ്റ്റിനെ എടുത്ത് പുറത്താക്കുകയുണ്ടായി. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കോഡി റോഡ്സ് ഈ ഒരു റോയ്സുമായിട്ട് ഫേസ് ഓഫ് ചെയ്യുകയുണ്ടായി. കോഡി റോഡ്സിന് ഒരു അറ്റാക്ക് പോലും അദ്ദേഹത്തെ ചെയ്യാൻ കഴിയുന്നില്ല. അത്രത്തോളം പവർഫുൾ ആയിരുന്നു റോയ്സ്. അടുത്തതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഓസ്റ്റിൻ തിയറി ആയിരുന്നു. ഓസ്റ്റിൻ തിയറിക്ക് പിന്നാലെ തന്നെ
ബ്രോൺസൺ റീഡും വരികയുണ്ടായി. അതായത് വിഷൻ ടീമിലെ 2 പേർ ഒരുമിച്ച് റിങ്ങിൽ നിൽക്കുന്നുണ്ട്. ബ്രോൺസൺ വന്നുകൊണ്ട് ജീവോൺ എവാൻസിനെ ഒരു സുനാമി ചെയ്തുകൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എത്തിയിട്ടുണ്ടായിരുന്നത് ഇല്യ ഡ്രാഗനോവ്, പിന്നെ ലാ പാർക്ക ഫ്രം ത്രിബിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊമോഷനിൽ നിന്നും ലാ പാർക്ക എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു റെസ്ലർ വരികയുണ്ടായി. പിന്നീട് ഡ്രാഗൻ ലീയും വരികയുണ്ടായി. അടുത്തതായിട്ട് ലോഗൻ പോൾ എത്തി, വിഷൻ ടീമിലെ 3ാമത്തെ വ്യക്തി. വിഷൻ ടീമിലെ 3 പേരും ഇപ്പോൾ റിങ്ങിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ മാർക്ക് ഹെൻറി എങ്ങനെയാണോ സ്ലാം ചെയ്തത്, വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയായിരുന്നു റോയ്സ് ലോഗൻ പോളിനെ സ്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിഷൻ ടീം 3 പേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് റോയ്സ് കീസിനെ, ലാ പാർക്കയെ, ഡ്രാഗൻ ലീയെ ഇവരെ 3 പേരെയും എലിമിനേറ്റ് ചെയ്തു. അപ്പോഴതാ വരുന്നു LA നൈറ്റ്. ഈ ഒരു ഷോയിൽ ഏറ്റവും കിഡിലൻ ഫാൻ സപ്പോർട്ട് LA നൈറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. LA വന്നുകൊണ്ട് ആദ്യം തന്നെ ഓസ്റ്റിൻ തിയറിയെ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് തന്റെ ഫിനിഷർ ബ്രോൺസൺ റീഡിനെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെയും പിടിച്ച് പുറത്തേക്ക് ഇടുകയുണ്ടായി. അതാ വരുന്നു ദ ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ. ബ്രോക്ക് കോഡി റോഡ്സിനെ, LA നൈറ്റിനെ, ജീവോൺ എവാൻസിനെ 3 പേരെയും സൂപ്ലക്സ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് ജീവോൺ എവാൻസിനെ F5 ചെയ്യുകയുണ്ടായി. പിന്നീടായിരുന്നു ഓബാഫെമി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ ഫേസ് ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ മിസ് അവിടേക്ക് എൻ്റർ ചെയ്യുകയുണ്ടായി. ബ്രോക്കിനെയും ഓബയെയും കണ്ടതോടുകൂടി മിസ് റിങ്ങിൽ കയറാതെ ഒന്ന് പുറകോട്ട് മാറി നിന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി റെസ്ലേഴ്സ് മുഴുവൻ ബ്രോക്ക് ലെസ്നറിനെയും ഓബാഫെമിയെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയുണ്ടായി. ഇല്യ ഡ്രാഗനോവ് ബ്രോക്കിന്റെ നെഞ്ചത്ത് നോക്കിയിട്ട് ഒരു ചോപ്പ് കൊടുത്തു. 1 അല്ല 2 അല്ല 3 ഒരുപാട് തവണ ചോപ്പുകൾ ചെയ്യുകയുണ്ടായി. ബ്രോക്ക് ഒരൊറ്റ അലറലായിരുന്നു. അതോടുകൂടി ഇല്യ പേടിച്ച് അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ആ പേടിയിൽ തന്നെ ഇല്യയെ ബ്രോക്ക് ലെസ്നർ എലിമിനേറ്റ് ചെയ്തു. ബ്രോക്ക് വീണ്ടും കോഡിയെയും LA നൈറ്റിനെയും സൂപ്ലക്സുകൾ ചെയ്യുകയുണ്ടായി. അപ്പോഴായിരുന്നു റേ ഫിനിക്സ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ടോപ്പ് റോപ്പിന്റെ മുകളിൽ നിന്ന് സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടുകയുണ്ടായി. ബ്രോക്ക് അദ്ദേഹത്തെ പിടിച്ചു അറ്റാക്ക് ചെയ്തു. റേ ഫിനിക്സ് ഓബയെ അറ്റാക്ക് ചെയ്തു. ബ്രോക്ക് റേ ഫിനിക്സിനെ ഒരു F5 ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഓബ ബ്രോക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ലോഗൻ പോൾ അവിടെ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുകയുണ്ടായി. ലോഗൻ പോൾ കയറിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഓബ ലോഗൻ പോളിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ ഓബാഫെമിയെ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജേ ഉസോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ജേ ഉസോ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് ഒരു 2 മിനിറ്റോളം അവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. ഈ ഒരു സമയത്ത് LA നൈറ്റും കോഡി റോഡ്സും കൂടി ബ്രോക്ക് ലെസ്നറിനെ എലിമിനേറ്റ് ചെയ്തു. ശരിക്കും അത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബ്രോക്ക് ലെസ്നറിനെ പോലെ ഏറ്റവും ടയർ 1-ൽ നിൽക്കുന്ന ഒരു വലിയ റെസ്ലറെ WWE പുറത്താക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോറി ലൈനോട് കൂടി തന്നെയായിരിക്കും എലിമിനേറ്റ് ചെയ്യുക. അത് മറ്റൊരു മൊമെന്റ് അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് ബ്രോക്കിനെ പോലെയുള്ള ഒരു റെസ്ലറെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളാണ്. ബ്രോക്കിനെ എലിമിനേറ്റ് ചെയ്തത് ഒരുപാട് ഫാൻസ് അറിഞ്ഞിട്ട് കൂടിയില്ല. എല്ലാവരും ജേ ഉസോയുടെ ഡാൻസ് നോക്കിയിരിക്കുകയാണ്. പിന്നീട് ജേ റിങ്ങിൽ വന്നു. അദ്ദേഹം വീണ്ടും എല്ലാവരെയും അറ്റാക്ക് ചെയ്തതിനു ശേഷം മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ മ്യൂസിക് ഇട്ട് നിൽക്കുന്ന ജേയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടുള്ള റോമൻ റെയിൻസ് തന്നെയായിരുന്നു. റോമനെ ജേ ഉസോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. റോമൻ റിങ്ങിലേക്ക് വന്നുകൊണ്ട് നീ ഒന്നുകൂടി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുക എന്നുള്ളത് പറയുകയുണ്ടായി. അങ്ങനെ ജേ ഉസോ വീണ്ടും പാട്ട് വേണോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിടാൻ വേണ്ടി പറഞ്ഞു. പാട്ടങ്ങ് ഇട്ടതും റോമൻ റെയിൻസിന്റെ വക ജേ ഉസോയുടെ മോന്തൊക്കെ ഇട്ടൊരു അടിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ സീരിയസ് നിമിഷങ്ങളിലും വന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ജേ ഉസോക്കിട്ട് ആ ഒരു അടി കൊടുത്തത് എനിക്ക് ശരിക്കും ഇഷ്ടമായി. നമ്മൾ ഫാൻസിന് വേണ്ടിയിട്ട് റോമൻ റെയിൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം തന്നെയായിരുന്നു അത്. പിന്നീട് മിസ്സിനെയും ലോഗൻ പോളിനെയും റോമൻ വന്നുകൊണ്ട് സൂപ്പർമാൻ പഞ്ച് ചെയ്തു. മിസ്സിനെ സ്പിയർ ചെയ്തു, അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തു. പിന്നീടായിരുന്നു റോമൻ റെയിൻസ് ആൻഡ് കോഡി റോഡ്സ് ഫേസ് ഓഫ്. ഫേസ് ഓഫിന്റെ സമയത്ത് തന്നെ ജേക്കബ് ഫാറ്റു അവിടേക്ക് വരികയുണ്ടായി. ജേക്കബ് ഫാറ്റു വന്നത് കണ്ടതോടുകൂടി കോഡി റോഡ്സ് ഓടിച്ചതുകൊണ്ട് ജേക്കബ് ഫാറ്റുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നു. അവർ 2 പേരും കൂടി പുറത്ത് വെച്ചുകൊണ്ട് ചെറിയൊരു ബ്രോൾ നടക്കുകയുണ്ടായി. പിന്നീട് അവർ റിങ്ങിലേക്ക് തന്നെ എത്തി. റോമൻ റെയിൻസ് ജേക്കബ് ഫാറ്റുവുമായിട്ട് ഫേസ് ഓഫ് നടത്തുകയുണ്ടായി. കോഡി റോഡ്സ് ജേക്കബ് ഫാറ്റുവിനെ അറ്റാക്ക് ചെയ്തു. ജേ ഉസോ കോഡിയെ അറ്റാക്ക് ചെയ്തു. റോമനും ജേ ഉസോയും കൂടി ടീമായിക്കൊണ്ട് ഒരു ടീം ഫിനിഷർ കോഡിക്കെതിരെ ചെയ്യുകയുണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 28ാമത്തെ വ്യക്തി അവിടേക്ക് വരികയുണ്ടായി. പെൻഡെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റോമൻ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും LA നൈറ്റ് അത് റിവേഴ്സ് ചെയ്യുകയുണ്ടായി. കോഡി അദ്ദേഹത്തിന് ഫിനിഷർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും LA നൈറ്റ് അതും റിവേഴ്സ് ചെയ്യുകയുണ്ടായി. എന്നാൽ കോഡി റോഡ്സ് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് LA നൈറ്റിനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോഴായിരുന്നു നമ്പർ 29 റാൻഡി ഓർട്ടൺ വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് റാൻഡി ഓർട്ടൺ റോയൽ റംബിൾ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം 3 വർഷത്തിന് ശേഷമാണ് റോയൽ റംബിൾ മത്സരിക്കാൻ വേണ്ടി വരുന്നത്. ജേ ഉസോക്കിട്ടും പെൻഡയ്ക്കിട്ടും ഒരു ഡ്രേപ്പിംഗ് DDT അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ലോഗൻ പോളിനിട്ട് ഒരു RKO കൊടുക്കുകയുണ്ടായി. പെൻഡ റാൻഡിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നെങ്കിലും പെൻഡയ്ക്കിട്ടും RKO കൊടുത്തു. അങ്ങനെ നമ്പർ 30 ആയി. എല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്
ജെറിക്കോയ്ക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഫിൻ ബാലറിന്റെ സർപ്രൈസ് എൻട്രിക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഗുന്തർ ആയിരുന്നു. അങ്ങനെ ഗുന്തർ വന്നുകൊണ്ട് എല്ലാവരെയും ചോപ്പ് ചെയ്യുകയുണ്ടായി, അടിക്കുകയുണ്ടായി. ജീവോൺ ടോപ്പ് റോപ്പ് മൂവ് ചെയ്തപ്പോൾ അവിടെ നിന്നും റാൻഡിയുടെ വക യെസ് അത് തന്നെ RKO. എന്നിട്ട് ജീവോനെ റാൻഡി എലിമിനേറ്റ് ചെയ്തു. പെൻഡയെ ഗുന്തർ എലിമിനേറ്റ് ചെയ്തു. ഗുന്തറിനിട്ട് ഒരു RKO കൊടുക്കുകയുണ്ടായി റാൻഡി. കോഡിയും റാൻഡിയും ടീമായിക്കൊണ്ട് ഗുന്തറിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. കോടി ഗുന്തറിനെ ഒരു കോടി കട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് റോപ്പിന്റെ മുകളിൽ നിന്നും ചാടുകയുണ്ടായി. എന്നാൽ ഗുന്തർ അവിടെ നിന്നും മാറി. അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് റാൻഡി ഓർട്ടോൺ ഇട്ടായിരുന്നു. ഇതും കഴിഞ്ഞ് റിംഗ് റോപ്പിൽ തലയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കോടി കിട്ടി. അതാ കിടക്കുന്നു ക്ലേമോർ കിക്ക് ബൈ ഡ്രൂ മാക്കിൻടയർ. റോമൻ റെയിൻസ് ജേക്കബ് ഫാറ്റുവിനെ എലിമിനേറ്റ് ചെയ്തു. റോമനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേവുസോ ട്രൈ ചെയ്തു. റോമൻ റെയിൻസിനെ ജേവുസോ ഒരു സ്പിയർ ചെയ്തു. റോമനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ റോമൻ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ജേവുസോയെ എലിമിനേറ്റ് ചെയ്തു. ഹൗ ഭാഗ്യം. അങ്ങനെ ഫൈനൽ ഫോറിലേക്ക് എത്തി. റോമൻ റെയിൻസ്, റാൻഡി ഓർട്ടൺ, ഗുന്തർ ആൻഡ് ലോഗൻ പോൾ എന്നിവർ 4 പേരും മാത്രം റിംഗിൽ നിൽക്കുന്നു. ലോഗൻ പോളിനിട്ട് ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുത്തു. ലോഗൻ പോളിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. തിരിഞ്ഞു നിന്ന് റോമൻ ഇട്ട് RKO ബൈ റാൻഡി ഓർട്ടൺ. RKO ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്ന റാൻഡിക്കിട്ട് ഗുന്തറിന്റെ വക എലിമിനേഷൻ. അങ്ങനെ ഏറ്റവും അവസാനം റോമൻ റെയിൻസും ഗുന്തറും മാത്രം റിംഗിൽ നിൽക്കുന്നു. ഗുന്തർ അദ്ദേഹത്തിന്റെ സ്ലീപ്പർ ഹോൾഡ് 1 അല്ല 2 അല്ല 3 തവണ കൊടുക്കുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ റോമൻ റെയിൻസ് സർവൈവ് ചെയ്തു വന്നു. ഏറ്റവും അവസാനം ഒരു സ്പിയർ ചെയ്യുകയുണ്ടായി. എന്നിട്ട് അത് ഗുന്തറിനെ എടുത്ത് ഒരു 1.5 ഏറി. യെസ്, റോമൻ റെയിൻസ് ഈസ് ദ വിന്നർ ഓഫ് റോയൽ റംബിൾ 2026. മിക്കവാറും റോമൻ റെയിൻസ് ഒരു 99% പോകാൻ ചാൻസ് ഉള്ളത് CM പങ്കിനെതിരെ തന്നെയാണ്. ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ AJ സ്റ്റൈൽസിന്റെ റിട്ടയർമെന്റ് ആണ്. AJ സ്റ്റൈൽസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള റിട്ടയർമെന്റ് മാച്ചിൽ AJ സ്റ്റൈൽസ് തോൽക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം WWE യിൽ നിന്നും റിട്ടയർ ചെയ്യുകയുണ്ടായി. താങ്ക് യു AJ സ്റ്റൈൽസ്.